പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വേദ കോടതിയിലേക്ക് പോവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്രതീക്ഷിതമായിട്ടാണ് മാഷും താനും കവല വരെ വരുന്നുണ്ടെന്ന് അറിയിച്ചത്. അങ്ങനെ മനസ്സിൽ ഒരൽപ്പം ആകാംക്ഷയോടെ വേദയും മാഷും യാത്ര തിരിച്ചു. ആ യാത്ര വെറും ഒരു യാത്രയായിരുന്നില്ല, മറിച്ച് മാഷിന്റെ ഉള്ളിൽ നാളുകളായി ഉറങ്ങിക്കിടക്കുന്ന ചില സത്യങ്ങൾ തുറന്നു പറച്ചിലുകൂടിയായിരുന്നു അത്. യാത്രക്കിടയിൽ ഗൗരവം നിറഞ്ഞ മുഖഭാവത്തോടെയാണ് മാഷ് വേദയോട് സംസാരിച്ചു തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു ഇടർച്ചയും എന്നാൽ അതിലേറെ വാത്സല്യവും നിറഞ്ഞു നിന്നിരുന്നു. മോളെ, സത്യം പറഞ്ഞാൽ നീ ഈ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ ഇത്രയുമൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. നിന്നെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നും ഇറക്കി വിടണമെന്ന് മാത്രമേ അന്ന് എന്റെ ചിന്തയിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് നിന്നോട് ഇത്രയും ക്രൂരമായി പെരുമാറിയതും. മാഷൊന്ന് നിർത്തി വേദിയുടെ മുഖത്തേക്ക് നോക്കി. പഴയ ഓർമ്മകൾ അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എനിക്കത് മനസ്സിലായി, നിനക്ക് ആ വീട് വിട്ടുപോവാൻ കഴിയില്ലെന്ന്. മാത്രവുമല്ല, ആ വീടിന്റെ തലവര മാറ്റാൻ നിനക്ക് മാത്രമേ കഴിയുള്ളൂ എന്നും എനിക്ക് ബോധ്യപ്പെട്ടു. കമല പറഞ്ഞതായിരുന്നു ശരി, നീയാണ് ആ കുടുംബത്തിന്റെ യഥാർത്ഥ ഐശ്വര്യം. മാഷിന്റെ വാക്കുകൾ കേട്ട് വേദ അത്ഭുതപ്പെട്ടു. പണ്ട് കമല പറഞ്ഞ അതേ വാക്കുകൾ മാഷ് ഓർത്തെടുത്തു. വേദമോള് ഈ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഇവിടെ പല മാറ്റങ്ങളും വരും മാഷേ. അന്ന് അത് പുച്ഛിത്തു തള്ളിയ താൻ ഇന്ന് അത് അനുഭവിക്കുകയാണെന്ന് അദ്ദേഹം സമ്മതിച്ചു. വിക്രമിനെ വേദ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നും തിരിച്ച് വിക്രം വേദയെ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് എന്നും താൻ തിരിച്ചറിഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രത്യേകിച്ചും ശ്രീജയ്ക്ക് വേണ്ടി വേദ മുൻകൈയെടുത്ത് ബിസിനസ് തുടങ്ങാൻ ലോൺ ശരിയാക്കി കൊടുത്ത കാര്യം മാഷ് എടുത്തു പറഞ്ഞു. ഇത്രയും കാലമായി എനിക്കോ മറ്റാർക്കെങ്കിലോ അത് ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് നീ ചെയ്തത്. നീ വന്നതിന് ശേഷമാണ് ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടായത് മോളെ. വിനയത്തോടെ വേദ മറുപടി നൽകി. അങ്ങനെയൊന്നും അല്ല അച്ഛാ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ ഞാൻ ചെയ്തു, അത്രമാത്രം. എന്നാൽ മാഷിന് അത് ചെറിയ കാര്യമായിരുന്നില്ല. ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായിരുന്നു. കവലയിൽ എത്തിയപ്പോൾ വേദ അച്ഛനോട് യാത്ര പറഞ്ഞു പിരിഞ്ഞു. പക്ഷേ അവരുടെ മനസ്സപ്പോഴും അസ്വസ്ഥമായിരുന്നു. ശ്രീജേച്ചി പറഞ്ഞ കാര്യം, ദീപ്തി ആരുടെയോ ബൈക്കിൽ പിറകെ പോയത്, അതവളെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. അതാരായിരിക്കും? ആ രഹസ്യം കണ്ടെത്താൻ അവൾ തീരുമാനിച്ചു. ഇതേ സമയം വിക്രത്തിന്റെ വീട് ഒരു ഉത്സവപ്പറമ്പ് പോലെ സജീവമായിരുന്നു. പലഹാര കച്ചവടത്തിനുള്ള തയ്യാറെടുപ്പുകൾ തകൃതിയായി നടക്കുന്നു. അടുക്കളയിൽ അച്ചമ്മയുടെ നേതൃത്വത്തിൽ വലിയൊരു യജ്ഞം തന്നെ നടക്കുകയാണ്. വിനായകനും വിശ്വനും എന്തിന് വിക്രം വരെ സഹായത്തിന് കൂടിയിട്ടുണ്ട്. വിനായകന് മാറി നിൽക്കണമെന്നുണ്ട് എങ്കിലും അച്ചമ്മയുടെ കണ്ണുകൾ വെട്ടിക്കാൻ കഴിയില്ല. മാത്രവുമല്ല, വേദ എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ ഓർത്ത് അവൻ മൗനമായി പണിയിൽ തന്നെ കൂടി. താൻ കാരണം വിക്രമിന് കിട്ടിയ ശിക്ഷയും താൻ ചെയ്ത ചതിയും വിനായകന്റെ മനസ്സിൽ കുത്തി നോവുന്നുണ്ടായിരുന്നു. ആ കുറ്റബോധം അവനെ ആ കുടുംബത്തോട് കൂടുതൽ അർപ്പിച്ചു. നന്ദിനി മാത്രം പതിവ് പോലെ മടിയുടെ അസുഖത്തിലായിരുന്നു. അരി കഴുകാനും മാവ് കുഴക്കാനും അവൾക്ക് നല്ല മടിയായിരുന്നു. പക്ഷേ അച്ചമ്മ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. നന്ദിനെ കൊണ്ട് തന്നെ ഓരോ പണിയും ചെയ്യിപ്പിച്ചു. ഇടയ്ക്കിടെ അച്ചമ്മയുടെ പരിഹാസ രൂപേണയുള്ള ചോദ്യം വരും, എന്താ നന്ദിനി, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നന്ദിനി പല്ലിറുമ്പിക്കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞ് പണി തുടരും. അച്ചമ്മയുടെ കൈപുണ്യം ആ അടുക്കളയിൽ മണക്കാൻ തുടങ്ങി. ഉണ്ണിയപ്പം, അച്ചപ്പം, കുഴലപ്പം എന്നിങ്ങനെ ഓരോന്നും എണ്ണയിൽ വറുത്ത് മുരിഞ്ഞു തുടങ്ങി. മില്ലിൽ കൊടുത്ത് പൊടിച്ച മാവല്ല, മറിച്ച് സ്വന്തമായി വറുത്ത് പൊടിച്ച അരിയുടെ രുചി ആ പലഹാരങ്ങളിൽ ഉണ്ടായിരുന്നു. അച്ചമ്മയുടെ സ്പെഷ്യൽ കൂട്ടിന്റെ മണം അന്തരീക്ഷത്തിൽ പരന്നപ്പോൾ വിക്രമിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. സംഭവം കലക്കി അച്ചമ്മേ, മണം കൊണ്ട് തന്നെ കൊതി വരുന്നു എന്ന് വിക്രം പറഞ്ഞപ്പോൾ അവിടെ ചിരി പടർന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ വിശ്രമമില്ലാതെ പണി ചെയ്തു. ശ്രീജ എല്ലാവർക്കും ഭക്ഷണം പാചകം ചെയ്ത് നൽകി. ആ വീട്ടിൽ ഒരു കാലത്തും കാണാത്തത്ര സന്തോഷവും ഒത്തൊരുമയും അവിടെ നിറഞ്ഞു നിന്നു. വൈകുന്നേരം മാഷ് തിരികെ എത്തിയപ്പോൾ കണ്ടത് മാറിയ ഒരു വീടിനെയാണ്. മുറിയിലെത്തിയ മാഷിന്റെ അടുത്തെത്തി കമല തന്റെ സന്തോഷം പങ്കുവച്ചു. മാഷേ, ഇപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പായി. വേദമോള് പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. അവൾക്ക് ഈ കുടുംബത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരാൻ സാധിക്കും. വിക്രമിനെ കണ്ടില്ലേ, അവൻ എത്രമാത്രം മാറിപ്പോയി. മാലയിട്ട് വ്രതമെടുത്തതിനു ശേഷം അവൻ പഴയ വിക്രമായി മാറുകയാണ്. കമലമ്മയുടെ കണ്ണിൽ പഴയ ഓർമ്മകൾ തെളിഞ്ഞു. പണ്ട് അച്ഛന്റെ പിന്നാലെ നടന്നിരുന്ന സ്നേഹമുള്ള ആ പഴയ മകനെ അവൻ വിക്രമിനെ വീണ്ടും കണ്ടു തുടങ്ങി. ഇങ്ങനെ എല്ലാവരോടും ഒത്തുചേർന്ന് സന്തോഷത്തോടെ നിൽക്കുന്ന അവരെ നമ്മൾ കണ്ടിട്ട് എത്ര നാളായി? കമല ചോദിച്ചു. മാഷും അത് ശരിവെച്ചു. ഇതെല്ലാം വേദയുടെ മിടുക്കാണെന്ന് അദ്ദേഹം സമ്മതിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ഭയം അവശേഷിച്ചിരുന്നു. ശ്രീകാര്യം ശ്രീനിവാസന്റെ കെണിയിൽ നിന്നും പഴയ ഗുണ്ടാബന്ധങ്ങളിൽ നിന്നും വിക്രം പൂർണ്ണമായി മോചിതനാവുമോ എന്ന ഭയം. വൈകുന്നേരം ദീപാരാധന സമയമായി. പലഹാരങ്ങളെല്ലാം ഭംഗിയായി പാക്ക് ചെയ്തു വെച്ചു. വിശ്വത്തിന് കച്ചവടത്തിനായി ഒരു സ്കൂട്ടിയും ശരിയായിരുന്നു. വിളക്ക് കൊളുത്താൻ സമയമായപ്പോൾ അച്ചമ്മ കമലമ്മയെയും വിക്രമിനെയും അടുത്തേക്ക് വിളിപ്പിച്ചു. ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ രണ്ടുപേരും ചേർന്ന് വേണം തിരി കൊളുത്താൻ, അച്ചമ്മ നിർദ്ദേശിച്ചു. കമല അത്ഭുതപ്പെട്ടു. നാളുകൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു നിർദ്ദേശം ലഭിക്കുന്നത്. വിക്രം അയ്യപ്പസ്വാമിയുടെ മാലയിട്ടതിന്റെ ഭക്തിയോടെ കമലമ്മക്കൊപ്പം ചേർന്ന് നിലവിളിക്ക് തെളിച്ചു.
അവൻ ഉച്ചത്തിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം തന്നെ അത് ഏറ്റുവിളിച്ചു. ആ നിമിഷം കമലമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എത്രയോ കാലമായി താൻ ആഗ്രഹിച്ചു നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ആ കുടുംബ സൗഭാഗ്യം തിരികെ വന്നിരിക്കുന്നു. തുടർന്ന് എല്ലാവരും ഒന്നിച്ചിട്ട് സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. പിറ്റേ ദിവസം രാവിലെ വിഷും പലഹാരങ്ങളുമായി കച്ചവടത്തിന് പോയപ്പോൾ വേദ കോടതിയിലേക്ക് തിരിച്ചു. കോടതി വളപ്പിൽ വെച്ച് അവൾ ദർശനെ കണ്ടു. ദീപ്തിയുടെ കാര്യത്തിൽ എന്തെങ്കിലും വിവരം ലഭിച്ചോ എന്നറിയാൻ വേണ്ടി അവൾക്ക് തിടുക്കമായിരുന്നു. ദർശന്റെ മുഖം മ്ലാനമായിരുന്നു. അവൻ പറഞ്ഞു, വേദ, ഞാൻ കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു. പക്ഷേ കിട്ടിയ വിവരം അത്ര ശുഭകരമല്ല. വേദയുടെ നെഞ്ചിടിപ്പ് കൂടി. എന്താ ദർശൻ? ആരാണ് ദീപ്തിയുടെ കൂടെ ഉണ്ടായിരുന്നത്? ദർശൻ മടിച്ചുകൊണ്ട് പറഞ്ഞു, അത് വരുൺ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്നാൽ വരുൺ എന്ന പേര് കേട്ടതോടുകൂടി തന്നെ വേദ ഞെട്ടിപ്പോയി. വരുണോ? വിക്രം മുൻപ് ആക്രമിച്ചത് വിക്രമിനോട് കടുത്ത പക വെച്ചു പുലർത്തുന്ന ഗുണ്ടയാണ് വരുൺ. അതായത് MLA വാസവന്റെ മകൻ. അതെ, വിക്രം ആക്രമിച്ച അതേ വരുൺ. അവൻ ദീപ്തിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നത് വെറും ഒരു യാദൃശ്ചികമല്ല. വിക്രമിനോട് പകരം വീട്ടാൻ അവൻ ദീപ്തിയെ ഉപയോഗിക്കുകയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു, ദർശൻ പറഞ്ഞു. പക്ഷേ ഇത് 100% ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും അവൻ കൂട്ടിച്ചേർത്തു. വേദ അത് കേട്ടതോടെ ആകെ തളർന്നു പോയി. വിക്രമിന്റെ ജീവിതം നേരായി വരുമ്പോഴാണ് പഴയ പാപങ്ങൾ വീണ്ടും വേട്ടയാടാൻ എത്തുന്നത്. വിക്രമിനെ മാനസികമായി തകർക്കാൻ അവന്റെ അനുജത്തിയെ തന്നെ വരുൺ ലക്ഷ്യമിടുന്നുവോ? വീട്ടിലെത്തിയ വേദ വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലായിരുന്നു. അവൾ വിക്രമിനെ മാറ്റി നിർത്തി സംസാരിച്ചു. വിക്രം, ശ്രീജേടത്തി കണ്ട ആ പയ്യൻ, അത് ആരാണെന്ന് ചെറിയൊരു സൂചന കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഉറപ്പില്ല. വിക്രം ആകാംക്ഷയോട് ചോദിച്ചു, ആരാ അത്? വേദ പറഞ്ഞു, നിങ്ങൾ മുൻപ് ആക്രമിച്ച ഏതോ ഒരുത്തൻ, ആ വരുൺ എന്ന പേര് പറഞ്ഞത്. വേദ സംശയത്തോടെ ചോദിച്ചു. ആ പേര് കേട്ടതോടുകൂടി തന്നെ വിക്രമിന്റെ മുഖം അങ്ങ് വരിഞ്ഞു മുറുകി. പകയും ദേഷ്യവും കൊണ്ട് അവൻ വിറച്ചു. അവനോ? അവൻ എന്റെ അനുജത്തിയുടെ കൂടെയാണോ? അവനെ ഞാൻ? വിക്രം ആക്രോശിച്ചു. വേദ അവനെ തടഞ്ഞു. വിക്രം, എടുത്തു ചാടരുത്. ഇത് സത്യമാണോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. വെറും ഒരു സംശയം മാത്രമാണ്. ദർശന് കിട്ടിയ അറിവ് വെച്ച് മാത്രം നമുക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. ഞാൻ നേരിട്ട് ദീപ്തിയൊന്ന് പോയി കാണാം, അവളോട് സംസാരിക്കാം. ഒരു പക്ഷേ അവൾക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും. ചിലപ്പോ അത് അവളുടെ വെറും ഒരു സുഹൃത്തായിരിക്കാം. സത്യം അറിയാതെ നമ്മളിങ്ങനെ എടുത്തു ചാടിയ അത് പിന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും. വിക്രമിനെ സമാധാനിപ്പിച്ചതിനു ശേഷം വേദ ഉറച്ച തീരുമാനമെടുത്തു. ഈ നിഗൂഢതയുടെ ചുരുളഴിയാൻ ദീപ്തിയെ നേരിട്ട് കണ്ടേ തീരൂ. വരുൺ എന്ന അപകടം ആ കുടുംബത്തിന് നേരെ വന്നിരുന്നുവെങ്കിൽ അതിനെ തടയാൻ അവൾ തയ്യാറെടുത്തത് കഴിഞ്ഞിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ദീപ്തിയെ കാണാൻ വേണ്ടിയിട്ട് വേദ പോകുന്നുണ്ടെന്ന് മാത്രമല്ല, വേദ പോയതിനു ശേഷം MLA വാസവന്റെ മകനും ദീപ്തിയും തമ്മിൽ പ്രണയത്തിലാണ് എന്ന കാര്യം വേദ തിരിച്ചറിയും. അതോടുകൂടി തന്നെ വേഗത ആകെ ഞെട്ടിത്തെറിച്ചു പോകുന്നുണ്ട്. അങ്ങനെ വരുണിന്റെ പിടിയിൽ നിന്നും വിക്രം തന്നെയായിരിക്കും ദീപ്തിയെ രക്ഷിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽഡ് എപ്പിസോഡ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയുടെ തൊട്ട് മുൻപായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കേൾക്കാൻ താല്പര്യമുള്ളവരൊന്ന് കേട്ടു നോക്കിക്കോളൂ. അപ്പോൾ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.